നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. മുസ്ലിം ലീഗിൽ കേരളത്തിനും ഡൽഹിക്കും PK കുഞ്ഞാലിക്കുട്ടി എന്ന ഒരു പേര് മാത്രമേ ഉള്ളൂ. ഇതാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്ന് പരിശോധിക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് UDF സ്ഥാനാർത്ഥിയാകുന്നു. കേരളത്തിനും കേന്ദ്രത്തിനും ഒരേ ഒരു PK കുഞ്ഞാലിക്കുട്ടി മാത്രമേ മുസ്ലിം ലീഗിൽ ഉള്ളൂ. ഇത് UDF രാഷ്ട്രീയത്തിൽ ഏത് തരത്തിലുള്ള ഗതിവിഗതികളാണ് വരും ദിവസങ്ങളിൽ നിർണയിക്കുക? ഒപ്പം വേങ്ങരയിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകേണ്ടി വരുമോ? ഈ വിഷയം ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുമ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്നത് മുസ്ലിം ലീഗ് സെക്രട്ടറി ശ്രീ MC മായിൻ ഹാജി, ഇടത് സഹയാത്രികനും നിരീക്ഷകനുമായ പ്രൊഫസർ ഹുസൈൻ രണ്ടത്താണി, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ SR ശക്തിധരൻ, ഒപ്പം ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനും ഈ ചർച്ചയിൽ അല്പസമയത്തിനകം ചേരും. ശ്രീ MC മായിൻ ഹാജി, കേരളത്തിൽ PK കുഞ്ഞാലിക്കുട്ടിയെ വേണം എന്ന് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ പാണക്കാട് തങ്ങളെ അറിയിച്ചിട്ടും എന്തുകൊണ്ടാണ് ഡൽഹിയിലേക്ക് PK കുഞ്ഞാലിക്കുട്ടി തന്നെ പോകണം എന്ന് ഇപ്പോൾ തീരുമാനിക്കാൻ ഇടയായത്? UDF നേതൃത്വത്തിൽ തന്നെ അദ്ദേഹം തുടരുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അത്രമാത്രം ഇവിടെ നിന്ന് ഒഴിവാക്കാൻ ആകാത്ത സാഹചര്യമുണ്ടെന്ന് മുസ്ലിം ലീഗും തിരിച്ചറിയുന്നു. മറ്റൊരു പേര് കേന്ദ്രത്തിലേക്ക് അയക്കാൻ ഇല്ലേ മുസ്ലിം ലീഗിൽ? ലാലേ, ഇതിൽ 2-3 ചോദ്യം ഒന്നിച്ച് താങ്കൾ ചോദിച്ചതാണ്. 3 ചോദ്യത്തിന് എനിക്ക് മറുപടി പറയേണ്ടി വരും. ഒന്ന്, ഉമ്മൻചാണ്ടി ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളോടോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ആരോടെങ്കിലോ കുഞ്ഞാലിക്കുട്ടിയെ സ്ഥാനാർത്ഥിയാക്കരുത്, കുഞ്ഞാലിക്കുട്ടി എനിക്ക് വേണം, കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇല്ലെങ്കിൽ കേരളത്തിൽ UDF നടക്കൂല എന്നൊന്നും പറഞ്ഞതായി ഞാൻ അറിഞ്ഞിട്ടില്ല. തങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല. അന്ന് ഞങ്ങളെ സംസ്ഥാന കമ്മിറ്റിയിൽ ഞാൻ പങ്കെടുത്തതാണ്. അതിലും തങ്ങൾ പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് എവിടുന്ന് അങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടി? ഉമ്മൻചാണ്ടി സാർ പറഞ്ഞതായിട്ടും ഞാൻ അറിഞ്ഞിട്ടില്ല. എവിടുന്നാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടിയെന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾ തന്നെ പറയേണ്ടത് എവിടുന്നാണ് ആ റിപ്പോർട്ടിന്റെ ആധികാരികത എന്താന്ന്. ഞങ്ങൾ അറിയാത്തൊരു സംഗതിയാണ്. ഞാനല്ല പറഞ്ഞത്, പല മാധ്യമങ്ങളും ശ്രീ ഉമ്മൻചാണ്ടി ഇങ്ങനെ പാണക്കാട് തങ്ങളെ കണ്ട് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഇന്ന് മാധ്യമങ്ങളെ കണ്ട പാണക്കാട് തങ്ങൾ പോലും ആ കാര്യത്തിൽ ഒരു നിഷേധക്കുറിപ്പ് പറഞ്ഞിട്ടില്ല. ആ നിലയ്ക്ക് ഒരുവിധപ്പെട്ട ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല, പാണക്കാട് തങ്ങളുമായി പറഞ്ഞ കാര്യത്തിൽ പ്രവചനം നടത്താൻ ഞങ്ങൾ ആരുമല്ല എന്നുള്ളത് മാത്രമാണ്. അല്ല, തങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ ഉമ്മൻചാണ്ടി ഇങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നോ? തങ്ങളോട് ആരും ചോദിച്ചിട്ടില്ലല്ലോ ഉമ്മൻചാണ്ടി ഇങ്ങനെ പറഞ്ഞിരുന്നോ? കേരളത്തിലെ സാന്നിധ്യം ഉറപ്പുവരുത്തുക എന്നുള്ള ചോദ്യത്തിന് തങ്ങൾ പറഞ്ഞു കേരളത്തിലും UDFന്റെ നേതൃത്വത്തിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉണ്ടാവും. അത് അഹമ്മദ് സാഹിബ് മരിക്കുന്നതിന്റെ 3 മാസം മുമ്പ് വരെ, അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമാകുന്നത് വരെ അദ്ദേഹം കേരള UDFന്റെ എല്ലാ യോഗങ്ങളിൽ പോലും പങ്കെടുത്തിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ട്, മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറിയെ സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിക്കുമ്പോൾ തന്നെ UDFന്റെ നേതാവുമാണ് അദ്ദേഹം. UDFകാരാണ് അദ്ദേഹത്തിന് വോട്ട് ചെയ്യേണ്ടത്. അപ്പൊ UDFന്റെ നേതൃത്വ രംഗത്ത് നിന്ന് കേരളത്തിൽ മത്സരിക്കുന്ന ഒരു നേതാവിനും വിട്ടുനിൽക്കാൻ സാധിക്കില്ല. അതായത് അഹമ്മദ് UDFന്റെ നേതൃത്വ നിലയിൽ കേരളത്തിൽ എന്ത് റോളാണോ വഹിച്ചത് അത് തന്നെ ആയിരിക്കുമോ ഇനി ജയിച്ച് ഡൽഹിയിലേക്ക് PK കുഞ്ഞാലിക്കുട്ടി പോയാലും ഈ UDFൽ എടുക്കുന്ന റോൾ? അഹമ്മദിന് തുല്യമായ റോളായിരിക്കുമോ കേരളത്തിലെ UDFൽ PK കുഞ്ഞാലിക്കുട്ടി തുടർന്നുള്ള ദിവസങ്ങളിൽ എടുക്കുക? അഹമ്മദ് മരിക്കുന്നത് വരെ മുസ്ലിം ലീഗിന്റെ ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങൾ കഴിച്ചാലുള്ള അവസാന വാക്കായിരുന്നു. അതേ റോള് തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനും മേലിലുണ്ടാവും. മുസ്ലിം ലീഗിന്റെ ഏത് തലത്തിലും മേലിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിനുണ്ടാവും. പാണക്കാട് തങ്ങളാണ് ഏറ്റവും അവസാന വാക്ക്. തങ്ങൾ കഴിഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെയാണ് ഇപ്പൊ ജീവിച്ചിരിപ്പിട്ടുള്ള ഏരിയയിൽ മുസ്ലിം ലീഗിന്റെ അവസാന വാക്ക്. മുസ്ലിം ലീഗിന്റെ അനിഷേധ്യനായ നേതാവാണ് അദ്ദേഹം. അദ്ദേഹം ഇവിടുത്തെ UDFന്റെ കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ അദ്ദേഹത്തിന് അധികാരമുണ്ട്. മുസ്ലിം ലീഗിന് വേണ്ടി റെപ്രസെന്റ് ചെയ്യുന്ന ഏറ്റവും പവർഫുൾ നേതാവായിട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉണ്ടാവും. യാതൊരു സംശയവുമില്ല. പക്ഷേ ശ്രീ PK കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ തന്നെ മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. ഈ പറഞ്ഞതുപോലെ കേരളത്തിലെ UDFലെ അനിഷേധ്യനായ മുസ്ലിം ലീഗിലെ നേതാവാണ്. ആ നിലയ്ക്ക് അദ്ദേഹത്തിന് മലപ്പുറം എന്ന് പറയുന്ന ഒരു ലോക്സഭാ മണ്ഡലത്തിന്റെ കൂടി ചുമതലയിലേക്ക് ചുരുക്കി കൊണ്ടുവരുന്നത്, അദ്ദേഹത്തിന് ഇത്രമാത്രം ഭാരം കൊടുക്കുന്നത്
മുസ്ലിം ലീഗിൽ മറ്റ് നേതാക്കൾ ഇല്ലാത്തത് കൊണ്ടാണോ? AICC പ്രസിഡന്റ് അമേഠിയുടെ റായ്ബറേലിയുടെ പ്രതിനിധിയാണ്. AICC പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റിനേക്കാൾ വലിയ പോസ്റ്റല്ലേ, വലിയ പദവിയല്ലേ? മുസ്ലിം ലീഗിന്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ഒക്കെ നേതാക്കളെക്കാൾ വലിയ പദവിയാണ്. അദ്ദേഹം ഒരു ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും അവര് ഒരു ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ജനങ്ങൾ തെരഞ്ഞെടുത്ത MP ആണ്. അതുകൊണ്ട് ആ ലോകസഭയിൽ മാത്രം ചുറ്റിത്തിരിയുന്ന ഒരു നേതാവായിട്ട് അവരെ കാണുന്നില്ലല്ലോ ജനം. അത് തന്നെയാണ് ഇതിനു മുമ്പൊക്കെ രാജ്യം ഭരിച്ച പ്രധാനമന്ത്രിമാർ കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു ലോക്സഭയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു ഉപാധ്യക്ഷനോ പാർലമെന്റിൽ ഒരു പ്രതിപക്ഷ നേതൃനിരയിൽ ഇരിക്കാനുള്ള സ്ഥാനമുണ്ട്. ഏറ്റവും ഒന്നാമത്തെ നിരയിൽ തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഇരിക്കാൻ സാധിക്കും. ശ്രീ PK കുഞ്ഞാലിക്കുട്ടിക്ക് അഹമ്മദൊക്കെ ഇരുന്ന ഒരു സ്ഥാനത്തേക്കെന്ന് പറയുമ്പോൾ അത് എത്ര വലിയ നേതാവാണെങ്കിലും ഒരു പിൻനിരയിലേക്ക് പോകേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. അവിടെ വലിയ റോൾ രാഹുൽ ഗാന്ധിയെ പോലെയോ സോണിയാഗാന്ധിയെ പോലെയോ വഹിക്കാനില്ല. ആ നിലയ്ക്ക് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി തന്നെ അങ്ങോട്ടേക്ക് പോകണം എന്ന് എന്തുകൊണ്ടാണ് തീരുമാനമെടുത്തത്? അഹമ്മദ് സാഹിബ് ഇരുന്ന കസേര ഏതായിരുന്നു, അവസാനം അഹമ്മദ് സാഹിബ് ഇരുന്ന കസേര ഏതായിരുന്നോ ആ കസേരയിൽ തന്നെ ഇന്ത്യൻ പാർലമെന്റിൽ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടുത്ത 17-ാം തീയതിക്ക് ശേഷം ഉണ്ടാവും. ഏപ്രിൽ 17-ന് ശേഷം ഉണ്ടാവും. അതിലൊന്നും നിങ്ങൾക്കൊരു സംശയം വേണ്ട. ഞങ്ങൾക്ക് അക്കാര്യത്തിൽ ഒരു സംശയമില്ല. വേറെ രാഷ്ട്രീയം പറയാൻ നോക്കി നിങ്ങൾ. ശ്രീ MC മൈൻഹാജി, ഇതിനകത്ത് ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയെ താഴ്ത്തി കെട്ടാനോ മുസ്ലിം ലീഗിനെ കുറച്ചു കാണാനോ അല്ല ഈ ചർച്ചയുടെ ശ്രമം. ശ്രീ PK കുഞ്ഞാലിക്കുട്ടി എന്ന നേതാവ് മുസ്ലിം ലീഗ് എവിടെ തീരുമാനിക്കുന്നു അവിടെ പോകേണ്ട ആൾ തന്നെയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ശ്രീ KNA ഖാദർ, അബ്ദുൾ സമദ് സമദാനി തുടങ്ങിയ പേരുകൾ മുസ്ലിം ലീഗിൽ തന്നെ പലപ്പോഴായി പറഞ്ഞു കേട്ടിരുന്നതാണ്. ആ പേരുകളിലേക്കൊന്നും വരാതെ ശ്രീ PK കുഞ്ഞാലിക്കുട്ടി തന്നെ ദേശീയ തലത്തിൽ BJPക്ക് ഇത്രമാത്രം പ്രാധാന്യമുള്ള ഒരു ഘട്ടത്തിൽ ഡൽഹിയിലേക്ക് പോകണം എന്ന് തീരുമാനിക്കപ്പെട്ടത് എന്ത് രാഷ്ട്രീയ പ്രാധാന്യം കൊണ്ടാണ്? അല്ല, നിങ്ങൾ ഇങ്ങനെ കുറെ പേര് പറയുന്നത് ഞങ്ങളാരും കേട്ടിട്ടില്ല. ഞങ്ങളെ കമ്മിറ്റിയിൽ ഇന്നും KNA ഖാദർ സാഹിബ് ഉണ്ടായിരുന്നു, അബ്ദുൾ സമദ് സമദാനി ഉണ്ടായിരുന്നു. അവരൊക്കെ ഞങ്ങളെ കമ്മിറ്റിയിൽ പ്രസംഗിച്ച ആളുകളാണ്. അവരൊന്നും പേരുകൾ വേറെ ആരെങ്കിലും പറയുകയോ അവർ സ്വന്തം തയ്യാറാവുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് എവിടുന്ന ഇത് കിട്ടുന്നുള്ളത് എനിക്കറിയില്ല. ഞങ്ങളെ പാർട്ടിയിൽ അങ്ങനെ ഒരു പേരേ ചർച്ച ചെയ്തിട്ടില്ല. ഇതുവരെ ഒരു പേരും ചർച്ച ചെയ്തിട്ടില്ല. ഇന്ന് ഞങ്ങൾ തീരുമാനിച്ചു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനുള്ള പരമാധികാരം ഞങ്ങളെ ബഹുമാനപ്പെട്ട പ്രസിഡന്റിന്, കേരളം ആദരിക്കുന്ന രാജ്യം ആദരിക്കുന്ന പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തി. അദ്ദേഹം അത് കഴിഞ്ഞതിന് ശേഷം ഉന്നതാധികാര സമിതി എന്നുള്ള ആ സമിതി പോലും അദ്ദേഹം വിളിക്കേണ്ട കാര്യമില്ല. അവരെ വിളിച്ചു കൂട്ടി ഒരു കൺസൾട്ടേഷൻ നടത്തി അദ്ദേഹം അങ്ങ് പ്രഖ്യാപിച്ചു. ഒരു പേരും ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. തങ്ങളെ നാവിൽ നിന്ന് വരുന്ന പേര് ഏതാണോ അത് ഏറ്റെടുത്ത് വിജയിപ്പിക്കുക എന്ന ഒരു ഡ്യൂട്ടിക്ക് തയ്യാറായി നിൽക്കുന്നവരാ മുസ്ലിം ലീഗിന്റെ. ഒരു സംശയം കൂടി ശ്രീ MC മൈൻഹാജി, ഈ ഘട്ടത്തിൽ ഞാൻ മറ്റ് അതിഥികളിലേക്ക് പോകുന്നതിന് മുമ്പ് അങ്ങ് പറയുന്നത് പോലെ പാണക്കാട് തങ്ങൾ പറയുന്ന ഒരു പേര് സ്വീകരിക്കുക എന്നത് മാത്രമായിരുന്നു മുസ്ലിം ലീഗിന്റെ ഇന്നത്തെ നിലപാടെങ്കിൽ രാവിലെ എന്തിനാണ് പ്രവർത്തക സമിതി കൂടിയത്, അതിനുശേഷം പാർലമെന്ററി ബോർഡ് കൂടിയത്? ഇതൊന്നും വേണ്ടിയിരുന്നില്ലല്ലോ. ശ്രീ പാണക്കാട് തങ്ങളുടെ ഒരു നാവിൻ തുമ്പിൽ നിന്ന് വരുന്ന ഒരു പേര് മാത്രമായിരുന്നു മുസ്ലിം ലീഗിന്റെ ഒരു തീരുമാനം എങ്കിൽ വൈകുന്നേരം ശ്രീ പാണക്കാട് തങ്ങൾ മാധ്യമങ്ങളെ കണ്ടാൽ മാത്രം മതിയായിരുന്നല്ലോ. ഈ യോഗം എന്തിനായിരുന്നു? യോഗം പാണക്കാട് തങ്ങളെ ചുമതലപ്പെടുത്തിയതാണ്. പെടുത്തേണ്ട ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പ്രവർത്തക സമിതിയിൽ നമുക്ക് മലപ്പുറത്തേക്ക് ഒരു സ്ഥാനാർത്ഥിയെ വേണം. ആ കാര്യത്തിൽ ഞങ്ങൾ അവിടെ ഒരു പേര് പോലും ചർച്ച ചെയ്തിട്ടില്ല. ആ കാര്യം പാണക്കാട് തങ്ങൾക്ക് വിട്ടതാ ഞങ്ങൾ തീരുമാനിക്കാൻ. അത് പ്രവർത്തക സമിതി തന്നെ കൊടുക്കണം ഞങ്ങളെ പാർട്ടി ഭരണഘടന അനുസരിച്ച്. അത് അദ്ദേഹം ഏറ്റെടുത്തു. പിന്നീട് അദ്ദേഹം ആരോടെല്ലാമാണ് കൺസൾട്ട് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ കൺസൾട്ട് ചെയ്യാം, അദ്ദേഹത്തിന് ചെയ്യാതിരിക്കാം. അതൊക്കെ അദ്ദേഹത്തിന്റെ വിവേചനാധികാരമാണ്. അദ്ദേഹം ഉന്നതാധികാര സമിതിയിലെ 5 അംഗങ്ങൾ ഉള്ള ആ സമിതിയിലെ അംഗങ്ങളെ വിളിച്ചു, അവരോടൊന്ന് കൺസൾട്ട് ചെയ്തു, തങ്ങൾ പ്രഖ്യാപിച്ചു. അത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന്റെ നടപടിക്രമമാണ്. ഈ പാർട്ടി ഉണ്ടായത് മുതൽക്കുള്ള നടപടിക്രമമാണ്. പ്രൊഫസർ ഹുസൈൻ രണ്ടത്താണി, മുസ്ലിം ലീഗിന്റെ ഭരണഘടന പറയുന്നത് അനുസരിച്ചുള്ള ഒരു സാങ്കേതികത്വം തീർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വിവിധ യോഗങ്ങൾ കൂടി ഈ PK കുഞ്ഞാലിക്കുട്ടിയുടെ പേര് തീരുമാനിക്കാൻ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളെ ചുമതലപ്പെടുത്തി. അത് വൈകുന്നേരം പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു.
ശ്രീ പി.കെ. കുഞ്ഞാലിക്കുട്ടി തന്നെ മുസ്ലിം ലീഗിൻ്റെ മലപ്പുറത്തെ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയായി വരണം എന്നുള്ളൊരു സാഹചര്യം ഇപ്പോൾ ഏത് രീതിയിലാണ് പ്രൊഫസർ ഹുസൈൻ രണ്ടത്താണിയെ പോലുള്ളവർക്ക് ഒരു വിശകലനം നടത്താൻ ഇടയാക്കുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ മൈനാജി പറഞ്ഞതുപോലെ ഒന്നും അല്ല മുസ്ലിം ലീഗിൻ്റെ ഭരണഘടനയുള്ളത് എന്നതാണ്. പാണക്കാട് തങ്ങളാണ് എല്ലാം പറയേണ്ടത്. പാണക്കാട് തങ്ങൾ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അദ്ദേഹത്തിന് പ്രഖ്യാപിക്കാൻ വേണ്ടി മാത്രം ഉള്ള ഒരു സംഘടനാ സെറ്റപ്പാണ് മുസ്ലിം ലീഗിനുള്ളത് എന്ന് അതിൻ്റെ ഭരണഘടനയിൽ നിന്നും പറയുകയാണ് പാണക്കാട് തങ്ങളെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിം ലീഗും ഇന്ത്യയിലെ ഒരു ദേശീയമായ അവിടുത്തെ റിപ്പബ്ലിക്കൻ നിയമ ഭരണഘടനയൊക്കെ അംഗീകരിക്കുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ അത് ഒരു പാണക്കാട് തങ്ങൾ മാത്രം ചുറ്റിപ്പറ്റിയാക്കുക എന്ന് പറഞ്ഞാൽ അത് ആ പാർട്ടിയുടെ നിലവാരം കുറച്ചുകൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഞാനതിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. എന്താണ് മുസ്ലിം ലീഗിൽ ഒരുപാട് കഴിവുള്ള ആളുകളില്ല, അവർക്കൊക്കെ ഈ ഇങ്ങനൊരു ഷെയറിങ് പവർ കൊടുക്കേണ്ടതല്ലേ? കാരണം സമദാനിയെ പോലുള്ള നല്ല ദേശീയ നേതാക്കന്മാരൊക്കെ ഉണ്ട്. അവരൊക്കെ ഭാഷ കൈകാര്യം ചെയ്യാനും അവരുടെ ആ വേഷമൊക്കെ ശരിക്കും അഹമ്മദ് സാഹിബിൻ്റെയും അതിന് മുമ്പുള്ള ഇസ്മായിൽ സാഹിബിൻ്റെയൊക്കെ ആ ഒരു രീതിയിൽ വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അവരൊക്കെ നന്നായി പാർലമെൻറ്റിൽ ശോഭിച്ചിരുന്നതാണ്. പിന്നെയും എനിക്ക് തോന്നുന്നു അഹമ്മദ് സാഹിബിൻ്റെ കാലമായപ്പോഴേക്ക് ആ ഒരു ശൗര്യവും അതുപോലുള്ള നേതാക്കളും ഇല്ലാതായി വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞാലിക്കുട്ടി സാഹിബിന് മാത്രമേ ഇതിനെല്ലാം കൂടി കഴിവുള്ള ഒരാളുള്ളൂ എന്ന് പാർട്ടി മനസ്സിലാക്കിയതാണോ, അതോ കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെ സ്വയം മനസ്സിലാക്കിയതാണോ, അതോ പാണക്കാട് തങ്ങൾ മനസ്സിലാക്കിയതാണോ എന്നറിയില്ല. മറിച്ച് എല്ലാ രംഗത്തേക്കും ഒരാളെ തന്നെ വിടുക എന്ന ഒരു പരിപാടി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് എത്രമാത്രം ഗുണകരമാണ് എന്നൊന്നും എനിക്ക് പറയാൻ വയ്യ. അപ്പോൾ ഇതുപോലുള്ളൊരു നയം തങ്ങൾക്ക് ഒരു അപ്രമാദിത്യം കൊടുക്കുന്നു, തങ്ങളെന്തോ ഒരു മഹാ അതിമാനുഷ്യനാണ് എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു. ഇതൊക്കെ ഇന്നത്തെ നമ്മുടെ രാഷ്ട്രീയ വ്യവസ്ഥയിൽ, പ്രത്യേകിച്ചും ഒരു സെക്യുലർ വ്യവസ്ഥയിൽ തീരെ ചേരാത്ത പരിപാടികളാണ്. കാരണം ഒരു മതപരമായ രീതിയിലേക്ക് രാഷ്ട്രീയത്തെ വളർത്തുക എന്നത് BJPയുടെ അവസ്ഥയിലേക്ക് മുസ്ലിം ലീഗിനെയും കൊണ്ടുപോവുക എന്നുള്ളത് പോലെ തന്നെയാണ്. നമുക്ക് ഇവിടെ അങ്ങനെയുള്ളൊരു സിസ്റ്റമല്ല വരേണ്ടത്. മുസ്ലിം ലീഗിനോടായാലും നമുക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. നമ്മൾ ശരിക്കും ഭരണഘടനാനുസൃതമായി ഭൂരിപക്ഷം, അതുപോലെ ന്യൂനപക്ഷം, ഇങ്ങനെ എന്താണോ നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നത് അതുപോലുള്ള തിരഞ്ഞെടുപ്പുകളിലൂടെയാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അല്ലാതെ ഒരു വ്യക്തി പറയുക എന്നൊരു വ്യക്തിയിലേക്ക് എല്ലാം ഏൽപ്പിച്ചു, അല്ലെങ്കിൽ ആ വ്യക്തിയെ കൊണ്ട് കാര്യങ്ങൾ പറയിപ്പിച്ചിട്ട് കാര്യം നേടുക എന്നുള്ളതൊക്കെ പൊതുവെ ഇന്നത്തെ മനുഷ്യർ കുറച്ചുകൂടി വിദ്യാഭ്യാസപരമായി മുന്നോട്ട് പോയി ചിന്തിക്കുന്നവരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള മൈനാജ് പറയുന്നത് പോലെയാണ് ഇതെല്ലാം ഞങ്ങൾ തങ്ങളെ ഏൽപ്പിച്ചു, തങ്ങൾ പറയുന്നു എന്ന രീതിയിലേക്ക് പോകുമ്പോൾ ഒരർത്ഥത്തിൽ മുസ്ലിം ലീഗിനെ അദ്ദേഹം ചെറുതാക്കുകയാണോ എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. എൻ്റെ ഒരു അഭിപ്രായം അതാണ്. ശ്രീ SR ശക്തിധരൻ, മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാണ്, UDFിൻ്റെ സ്ഥാനാർത്ഥിയാണ് ശ്രീ പി.കെ. കുഞ്ഞാലിക്കുട്ടി. ആ കാര്യത്തിൽ ഇനി ആരൊക്കെ എതിരഭിപ്രായങ്ങൾ പറഞ്ഞാലും കാര്യമില്ല. ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി എല്ലാ അർത്ഥത്തിലും ശക്തമായി തന്നെ UDF നേതാക്കൾ വാദിക്കുകയും ചെയ്യും. പക്ഷേ ശ്രീ പി.കെ. കുഞ്ഞാലിക്കുട്ടി കേരളത്തിൽ UDFിൻ്റെ ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല കഴിഞ്ഞാലുള്ള പ്രമുഖനായ, കോൺഗ്രസിലെ പ്രമുഖരായ നേതാക്കൾ കഴിഞ്ഞാലുള്ള ഏറ്റവും അടുത്ത UDFിൻ്റെ നേതാവായി നിൽക്കുന്ന സമയമാണ്. അതിൽ പ്രതിസന്ധി ഉണ്ടാകും എന്നറിഞ്ഞ് ആകണം UDF നേതാക്കൾ ഉമ്മൻചാണ്ടിയെ പോലുള്ളവർ പാണക്കാട് തങ്ങളെ കണ്ടതായുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത്. ഇനി അവർ കണ്ടാലും ഇല്ലെങ്കിൽ അത്തരൊരു നിരീക്ഷണമുണ്ട്. ആ നിലയ്ക്ക് ഇപ്പോൾ ശ്രീ പി.കെ. കുഞ്ഞാലിക്കുട്ടി തന്നെ ഡൽഹിയിലേക്ക് പോകട്ടെ എന്ന് ശ്രീ ഹൈദരാലി ശിഹാബ് തങ്ങളെ കൊണ്ട് പറയിച്ചത് എന്ത് സാഹചര്യമായിരിക്കണം? അല്ല, ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ഥാനാർത്ഥി നിർണയം ഇപ്പോൾ ഇവിടെ കണ്ടതുപോലെയാണ് എല്ലാ കാലങ്ങളിലും നടന്നു കണ്ടിട്ടുള്ളത്. മീൻസ് രണ്ടത്താനി പറഞ്ഞതുപോലെ അതൊരു ജനാധിപത്യപരമായ രീതിയാണോ എന്ന് ചോദിച്ചാലല്ല. ഈ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ മതപരമായൊരു ചടങ്ങ് എന്നുള്ള രീതിയിൽ സ്ഥാനാർത്ഥി നിർണയമൊക്കെ കൊണ്ടുപോകുന്നത് പുതിയ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം അത്ര കണ്ട് അക്സെപ്റ്റബിളായിരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ അവർ സാവകാശം ചിന്തിക്കട്ടെ എന്ന് ഞാൻ പറയുന്നുണ്ട്. ഇപ്പോൾ ലീഗിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞാലിക്കുട്ടിയാണ് അവരുടെ ഏറ്റവും അഹമ്മദ് സാഹിബിന് ശേഷം ഇനി ആ നിലവാരത്തിലേക്ക് വളരാൻ കഴിയുന്ന നേതാവ് എന്നാണ് അതിലെ ഒരു വിഭാഗം, അല്ലെങ്കിൽ വലിയൊരു വിഭാഗം
മനസ്സിലാക്കിയിരിക്കുന്നതും അതിനനുസരിച്ചുള്ള തീരുമാനങ്ങളിലേക്ക് അവരെ കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുള്ളൂ. അത് അവരുടെ തീരുമാനമാണ്. അതിനെ നമുക്കാർക്കും ചോദ്യം ചെയ്യാനെന്നുള്ള അവകാശമില്ല. കുഞ്ഞാലിക്കുട്ടി സാഹിബ് കേരള രാഷ്ട്രീയത്തിൽ വളരെ അധികം കാലം നിറഞ്ഞാടിയൊരു വ്യക്തിത്വമാണ്, അതിലും സംശയമില്ല. അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ ഇത്രയേറെ ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദങ്ങൾക്കൊക്കെ വിധേയനായി പ്രവർത്തിച്ചിട്ടുള്ളൊരു രാഷ്ട്രീയ നേതാവ് വളരെ അപൂർവം മാത്രമേ നമ്മുടെ കേരള രാഷ്ട്രീയത്തിലുള്ളൂ. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹവും എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നൊന്ന് മാറി ഒരു ദേശീയ രാഷ്ട്രീയത്തിലേക്ക് മാറിയാൽ എന്ത് എന്ന് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് മാറിയപ്പോഴാണല്ലോ ഇവിടെ സ്ഥിരമായി മന്ത്രിയായിരുന്ന ഇ അഹമ്മദിന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവായിട്ട് വളരാനും അതിനുള്ള സൗകര്യങ്ങളുണ്ടാകുകയും ഒക്കെ ചെയ്തത്. അതെല്ലാം കൂടി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഒരുപക്ഷെ കുഞ്ഞാലിക്കുട്ടി അദ്ദേഹം തന്നെ ആഗ്രഹിച്ചിട്ടുണ്ടാവും അങ്ങോട്ടേക്ക് പോകാൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ തീരുമാനത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അപാകത മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു സ്ഥാനാർത്ഥി മോഹികളൊന്നും ഒരുപാടുണ്ടായിരുന്നതായിട്ടുള്ള പ്രചരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാ കാലത്തും ഉണ്ടാകുന്നത് പോലെ ഒരു പ്രചരണം അതിനകത്ത് ഏറ്റവും ഒടുവിൽ വന്നത് അഹമ്മദ് സാഹിബിൻ്റെ മകളുടെ പേരാണ്. ഇന്നത്തെ പത്രത്തിൽ പോലും ഉണ്ടായിരുന്നു. അതൊന്നും ശരിയാവില്ല എന്നുള്ളത് മുസ്ലിം ലീഗിൻ്റെ ഘടനാപരമായ സ്വഭാവം അറിയാവുന്ന ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. വെറുതെ അതിനുവേണ്ടി നമ്മൾ നമ്മുടെ നാവിലെ വെള്ളം പറ്റിച്ചിട്ടൊരു കാര്യവുമില്ല. ലീഗിൽ തീരുമാനം എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും. അത് ശരിയല്ല എന്നുള്ള രണ്ടത്താണിയുടെ അഭിപ്രായത്തോടും ഞാൻ യോജിക്കുന്നു. ശ്രീ MC മൈൻ ഹാജി, ഇപ്പോൾ ശ്രീ SR ശക്തിധരൻ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ ഈ PK കുഞ്ഞാലിക്കുട്ടി വിചാരിച്ചിട്ടുണ്ടാകണം ഡൽഹിയിലേക്ക് പോയേക്കാം. കാരണം കേരളത്തിൽ ഇനി അടുത്ത 4 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പൊന്നും ഇല്ല. ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് ഘട്ടം വരുന്ന സമയത്തൊക്കെ കേരളത്തിൻ്റെ ഒരു ആവശ്യമുണ്ടെങ്കിൽ അന്ന് വേണമെങ്കിൽ അപ്പം മത്സരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ്. കാരണം ഇപ്പോൾ 2019 കാലാവധി തീരുന്ന ലോക്സഭയിലേക്കാണ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി ജയിച്ചാൽ പോകേണ്ടത്. ഈ അടുത്ത നിയമസഭയിലേക്ക് ഇവിടെ ഒന്ന് പയറ്റി നോക്കാനുള്ള സാഹചര്യവുമുണ്ട്. അപ്പോൾ ഡൽഹിയിലേക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ തൽക്കാലം ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ ശ്രീ PK കുഞ്ഞാലിക്കുട്ടി വിചാരിച്ച് അങ്ങോട്ടേക്ക് പോകാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ തന്നെ പ്രൊഫസർ ഹുസൈൻ രണ്ടത്താണി നേരത്തെ പറഞ്ഞതുപോലെ ഡൽഹിയിൽ ശ്രീ ഇ അഹമ്മദ് സാഹിബ് വരെയുള്ളവർ മുസ്ലിം ലീഗിന് വേണ്ടി നിലനിർത്തിയിരുന്നൊരു പ്രതാപവും ശൗര്യവുമുണ്ട്. ശ്രീ ബനാത്വാല സാഹിബിൻ്റെ കാലഘട്ടത്തിൽ ശ്രീ ഇബ്രാഹിം സുലൈമാൻ സേട്ട് കുറേ കാലത്തേക്ക് കൊണ്ടുവന്ന പ്രതാപം, ഇ അഹമ്മദ് സാഹിബ് വരെ അതിനുണ്ടായിരുന്ന ഒരു ഇമേജ് ഉണ്ട്. അതിലേക്ക് ശ്രീ PK കുഞ്ഞാലിക്കുട്ടിക്ക് എത്തിച്ചേരാൻ പറ്റുമോ എന്ന കാര്യത്തിൽ പ്രൊഫസർ രണ്ടത്താണിക്കും സംശയമുണ്ട്. എങ്ങനെ അതിന് ഉത്തരം പറയും? അല്ല, നിങ്ങൾ 3 പേരും ചോദിച്ചതിനാണ് ഇപ്പം ഞാൻ ഉത്തരം പറയേണ്ടത്. അതിനുള്ള സമയം അനുവദിച്ചു തരണം എന്നുള്ള റിക്വസ്റ്റ് ആദ്യം വെക്കുകയാണ്. പിന്നെ ബഹുമാനപ്പെട്ട ശക്തിധരൻ സാറും ബഹുമാനപ്പെട്ട ഹുസൈൻ രണ്ടത്താണിയും ഒക്കെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി നിർണയം എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഉപദേശിക്കുന്നത് ലീഗിന്റെ ഗുണത്തിനാണെന്ന് ഏതായാലും ഞാനോ അല്ലെങ്കിൽ ഇത് കേൾക്കുന്നവരോ അങ്ങനെ കരുതൂല. അതുകൊണ്ട് അവർക്ക് എന്ത് വേണമെങ്കിലും പറയാം. അത് മാത്രമല്ല, ബഹുമാനപ്പെട്ട രണ്ടത്താണി നേരത്തെ ഞാൻ പറഞ്ഞത് കേൾക്കാതെ നേരത്തെ വരുന്ന സമയത്ത് ഞാൻ ഇന്ന് എന്താ ചർച്ചയിൽ പറയേണ്ടത് എന്ന് എഴുതി തയ്യാറാക്കി വായിച്ച് പഠിച്ച് മനപ്പാടാക്കി വന്ന് അത് പറഞ്ഞതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ എല്ലാ കാര്യം തങ്ങൾ തീരുമാനിച്ചു, ഞങ്ങൾക്കൊന്നും അധികാരമില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഞങ്ങളെ യോഗം ചേർന്നു, അവിടെ ചർച്ച നടത്തി. ഞങ്ങളൊരാളെ പേരും അവിടെ ചർച്ച നടത്തിയിട്ടില്ല. ഞങ്ങളതിൻ്റെ ലോക്സഭയിലേക്ക് മുസ്ലിം ലീഗിനെ റെപ്രസെന്റ് ചെയ്യേണ്ടത് ആര് എന്നുള്ള രൂപത്തിൽ ചർച്ച ചെയ്തു. ഒരാളെ പേരും ഞങ്ങൾ പറഞ്ഞില്ല. എന്നിട്ട് ആളെ നിശ്ചയിക്കാൻ മുസ്ലിം ലീഗിന്റെ ലോക്സഭാ മെമ്പർ ചെയ്യേണ്ട ഡ്യൂട്ടിയും അതിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഉള്ളിൽ ചർച്ച ചെയ്യും. അത് ചർച്ച ചെയ്തിട്ട് ആളെ തീരുമാനിക്കാൻ ഞങ്ങളെ അഭിവന്ദ്യനായ പ്രസിഡന്റ് അദ്ദേഹം അതിന് കഴിവുള്ള ആളാണ്. അദ്ദേഹം അതിന് ഹുസൈൻ രണ്ടത്താണി വേറൊരു ലെവലിൽ കൊണ്ടുവന്ന് ഇതൊന്ന് മതപരമാക്കി ഒന്ന് നാശമാക്കി കളയാം എന്ന് അദ്ദേഹം വിചാരിച്ചു. അത് അദ്ദേഹത്തിന്റെ മുസ്ലിം ലീഗ് എന്ന പാർട്ടി ഹുസൈൻ രണ്ടത്താണി അവറുകൾ ജന്മം കൊള്ളുന്നതിന് മുമ്പ് നടന്നു വരുന്ന ഒരു പ്രോസസ്സാണിത്. അദ്ദേഹം ജനിക്കുന്നതിന് മുമ്പ് ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ വിവാഹിതരാകുന്നതിന് മുമ്പ് തന്നെ ഈ പ്രോസസ്സാണ് മുസ്ലിം ലീഗ്. ബഹുമാനപ്പെട്ട ശക്തിധരൻ സാറ് പറഞ്ഞല്ലോ, ആ കീഴ്വഴക്കം ഞങ്ങൾ ഇന്നും തെറ്റിച്ചിട്ടില്ല. ഞങ്ങള് പ്രസിഡന്റ് എടുക്കുന്നതൊക്കെ ശരി തന്നെയാണ് ആവല്. ഈ കാര്യം ഞങ്ങളൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലുണ്ടാവും. അത് മുന്നിൽ വെച്ചാണ്. അങ്ങനെയാണ് ലീഡർ.
അങ്ങനെയാണ് ഒരു ജനാധിപത്യ പാർട്ടി. അല്ലാതെ ഞങ്ങളെ ഈ കേരളത്തിൽ മാത്രം ഞങ്ങൾക്ക് 25 ലക്ഷം മെമ്പർഷിപ്പ് ഉണ്ട്. ആ ആളുകളെ ഒരു മൈതാനത്തിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഓരോരുത്തരുടെ കയ്യിൽ ഓരോ മൈക്ക് കൊടുത്തിട്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിന്റെ പേര് പറയുക എന്നൊക്കെ പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യത്ത് ചെയ്യുന്നതല്ല. 25 ലക്ഷം അംഗങ്ങളുള്ള മുസ്ലിം ലീഗിൽ ഈ മലപ്പുറത്തേക്ക് ഒരു സ്ഥാനാർത്ഥിയെ അന്വേഷിച്ചപ്പോൾ ഒരു പേര് പോലും ആരും നിർദ്ദേശിച്ചില്ല എന്ന് പറയേണ്ടി വരുന്നത് മുസ്ലിം ലീഗിന്റെ മഹത്വമായിട്ടാണോ അങ്ങ് കാണുന്നത്? മാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ പ്രവർത്തക സമിതിയിൽ ഒരംഗം, എനിക്ക് തോന്നുന്നത് കണ്ണൂരിൽ നിന്നുള്ള ഒരു അംഗമാണെന്ന് തോന്നുന്നു, ഈ വേങ്ങരയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നതിനെ ഒഴിവാക്കാൻ നമുക്ക് ശ്രമിച്ചുകൂടെ എന്ന് ആവശ്യപ്പെട്ടിരുന്നതായിട്ടാണ് വാർത്തകൾ. ഒരുപക്ഷെ അങ്ങ് പറഞ്ഞതുപോലെ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല, പക്ഷേ പരോക്ഷമായിട്ടെങ്കിലും ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് അനുകൂലമായും പ്രതികൂലമായുമുള്ള വാദങ്ങളാണ് പ്രവർത്തക സമിതി യോഗത്തിൽ ഉണ്ടായത് എന്നതാണ് റിപ്പോർട്ടുകൾ. പ്രിയപ്പെട്ട ലാലെ, ഞാൻ ആ യോഗത്തിന്റെ ആദ്യ അവസാനം അതിൽ പങ്കെടുത്ത ആളാണ്. ഞാൻ അതിൽ സംസാരിച്ച ആളാണ്. ഞങ്ങളാരും കേൾക്കാത്തതും കാണാത്തതും അതിൻ്റെ 4 അയലത്ത് പോലും എത്താത്ത നിങ്ങൾ പറഞ്ഞതാണ് സത്യമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വിരോധമൊന്നുമില്ല. ഞങ്ങൾ ആ യോഗത്തിൽ അങ്ങനൊന്നും കേട്ടിട്ടില്ല. ഞാൻ ആ യോഗത്തിൽ ആരും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. നിങ്ങളങ്ങനെ ഓരോന്നും പ്രചരിപ്പിക്കുന്നതിന് ഞാൻ ഉത്തരവാദിയല്ല, ഞങ്ങളെ പാർട്ടി ഉത്തരവാദിയല്ല. എനിക്ക് അതിനെ സംബന്ധിച്ച് ഇങ്ങനെ ചർച്ച ചെയ്തു. പ്രവർത്തക സമിതി യോഗത്തിൽ പിന്നെ എന്താണ് ചർച്ച? മലപ്പുറത്തെ കുറിച്ചാണല്ലോ ചർച്ച, അവിടെ ഒരു പുതിയ സ്ഥാനാർത്ഥി വരുന്നതിനെ കുറിച്ചാണല്ലോ ചർച്ച. അപ്പൊ പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന ഒരു ഒറ്റ പേര് പോലും പറഞ്ഞില്ല, ആരുടെയും പേര് പറയാതെ പിന്നെ എന്തായിരുന്നു? അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുകയായിരുന്നോ നിങ്ങൾ ഉച്ചവരെ? നിങ്ങളോട് അതിനെ സംബന്ധിച്ച് ഞങ്ങളെ സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ അവിടെ ചർച്ച ചെയ്തത് കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയം, ദേശീയ രാഷ്ട്രീയത്തിൽ ഫാസിസത്തിന്റെ പിടിമുറുക്കുന്നത്, അതുപോലെ തന്നെ UP ഒന്നായിട്ട് ഫാസിസ്റ്റുകൾ തൂത്തുവാരിയത്, പച്ചയായ വർഗീയതയുമായി വന്ന് തൂത്തുവാരിയത്, അത്തരം ഒരുപാട് കാര്യങ്ങൾ മുസ്ലിം ലീഗ് പാർട്ടിക്ക് ചർച്ച ചെയ്യാനുണ്ട് അവിടെ. അതിന് തന്നെ സമയം പോരാ. ഞങ്ങൾ സ്ഥാനാർത്ഥിനെ നിശ്ചയിക്കാന്ന് മാത്രം അജണ്ട വെച്ച് അതിനെപ്പറ്റി നിങ്ങളെ അഭിപ്രായം പറയും, വേറൊന്നും പറയണ്ട എന്നൊന്നും പറഞ്ഞ് നിയന്ത്രിക്കണ പാർട്ടിയല്ല. പിന്നെ ഞങ്ങളെ പാർട്ടി ഇന്നതായിരിക്കണം എന്നൊക്കെ പറയാൻ ഇവരാരാണ്? CPMന്റെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ്. അതുപോലെ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവറുകളാണ്. കേരളത്തിന്റെ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അവറുകളാ. അവരൊക്കെ 70 വയസ്സ് കഴിഞ്ഞ ആളുകളാ. ഈ പാർട്ടിക്കൊന്നും ഇല്ലാത്തത് ഞങ്ങളെ പാർട്ടി ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് അറിഞ്ഞ് നടക്കാൻ ഇവർക്ക് എന്ത് അധികാരമുള്ളത്? ഞങ്ങളെ പാർട്ടിയിൽ യുവാക്കൾ വേണം, കഴിവുള്ളവർ വേണം. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന പടുകിളവനല്ലാത്ത ഒരു യുവാവിനൊന്നും ഒരു കഴിവുമില്ലേ? കേരളത്തിൽ മുഖ്യമന്ത്രിയാവാൻ കഴിവുള്ള ഒരു മനുഷ്യൻ ആ പാർട്ടിയിലില്ലേ? ഒക്കെ 70 കഴിഞ്ഞവർ തന്നെ വേണോ നേതൃസ്ഥാനത്ത് എന്നൊക്കെ ചോദിക്കാൻ ഞങ്ങൾക്കും അധികാരമില്ല. അതിനുള്ള അവകാശം ഞങ്ങൾക്കില്ല. ഓരോ പാർട്ടിന്റെയും നേതൃത്വം തീരുമാനിക്കുന്നത് ആ പാർട്ടി അണികളും അതിന്റെ റാങ്ക് ആൻഡ് ഫയലാ. അന്നങ്ങനെ തന്നെയാണ് ഞങ്ങൾ എടുത്ത് ഉത്തരം പറയുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ചോദിച്ച ചോദ്യം ശ്രീ ബെനാത്ത് വാലയെ പോലെ, ശ്രീ ഇബ്രാഹിം സുലൈമാൻ സേട്ടിനെ പോലെ, ഈ അഹമ്മദ് സാഹിബിനെ പോലെയൊക്കെ ദേശീയ തലത്തിൽ വലിയ പ്രതാപം മുസ്ലിം ലീഗിന് ഉണ്ടാക്കിക്കൊടുത്ത നേതാക്കൾക്ക് പകരം വെക്കാൻ ഇപ്പോൾ ഒരേ ഒരു പി കെ കുഞ്ഞാലിക്കുട്ടി മാത്രമേ ഉള്ളൂ എന്ന് ഏത് നിലയ്ക്കാണ് നിങ്ങൾ മലപ്പുറത്തിന് വോട്ടർമാരോട് പറഞ്ഞ് അവതരിപ്പിക്കുക? നിങ്ങൾക്ക് ഇനി പ്രചരണത്തിലേക്ക് പോകണമല്ലോ, അവിടെ ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാകും. എല്ലാ പാർട്ടിക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയും തങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ കഴിവുകളെ കുറിച്ച്. അവിടെ എങ്ങനെയാണ് നിങ്ങൾ ഇദ്ദേഹത്തിന്റെ ദേശീയ രാഷ്ട്രീയത്തിലെ പ്രാധാന്യം പറഞ്ഞു മനസ്സിലാക്കുക? മലപ്പുറത്തെ ജനങ്ങളോട് പറഞ്ഞു മനസ്സിലാക്കാനൊന്നും ഞങ്ങൾക്കൊരു പ്രയാസമില്ല. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് ബഹുമാനപ്പെട്ട ലാലിന്റെയും മറ്റുള്ളവരുടെയും ഒരു ഓർമ്മ ഞാൻ തിരിച്ചുവിടാം. അന്ന് നിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു പട് കിളവനല്ലാതെ പരസഹായമില്ലാതെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത ആളല്ലാതെ വേറൊരു ചെറുപ്പക്കാരനെ സ്വന്തമായി ഒന്ന് നടന്നു പോകാൻ കഴിവുള്ള ഒരാളെ വെക്കാൻ നിങ്ങൾക്ക് കഴിയില്ലായിരുന്നോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ചർച്ചയിൽ. ഞാൻ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം സുലൈമാൻ സേട്ട് കേരളത്തിലെ നിരീക്ഷകർ ചോദിച്ചിട്ടുള്ളതാണ്. ആ ഒരു പാരമ്പര്യം തന്നെയാണ് ഈ അഹമ്മദ് സാഹിബ് നിന്നപ്പോഴും ഉണ്ടായിരുന്നത്. അതിൽ വോട്ടർമാർ ഒരുപക്ഷെ നല്ല ഭൂരിപക്ഷത്തോടെ അവരെ വരവേറ്റിട്ടുമുണ്ട്. ഇപ്പോൾ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ വരണം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ടാണ് തീരുമാനമെടുത്തതെന്ന് ഇപ്പോഴും അങ്ങേക്ക് പറയാൻ സാധിച്ചിട്ടില്ല. വോട്ടർമാരോട് എന്ത് പറയും എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തീർക്കാൻ അങ്ങ് സമ്മതിക്കണ്ടേ?
ഞാൻ പറഞ്ഞു തീർക്കാൻ അങ്ങ് സമ്മതിക്കാത്തത് കൊണ്ടാണ് ഞാൻ പറയാ, PK കുഞ്ഞാലിക്കുട്ടി തന്നെ മലപ്പുറത്ത് ഉള്ളൂ എന്നല്ല ഞങ്ങൾ തീരുമാനിച്ചത്. ഞങ്ങളെ ആയിരക്കണക്കിന് നേതാക്കന്മാരിൽ, കൊള്ളാവുന്ന നേതാക്കന്മാരിൽ ഏറ്റവും ഇപ്പോൾ നിർത്താൻ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയാണ് നല്ലത് എന്ന് ഞങ്ങളെ പാർട്ടിക്ക് തോന്നി. ഞങ്ങളത് നിർത്തി. ആയിരക്കണക്കിന് നേതാക്കന്മാരൊക്കെ ഉണ്ട്, നിൽക്കാൻ പറ്റിയ. കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെ പറഞ്ഞല്ലോ, അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് ശേഷം നിങ്ങളെ ചാനലിൽ വരെ ഞാനത് കണ്ടതാ. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു, എന്നെക്കാൾ പരിണിത പ്രജ്ഞരായ നേതാക്കൾ പോലും ധാരാളമുണ്ട് കേരള രാഷ്ട്രീയത്തിൽ എനിക്ക് പകരം വെക്കാൻ, പാർലമെന്ററി പാർട്ടി നേതാവാകാൻ, UDFന്റെ ഉപനേതാവാൻ. പ്രൊഫസർ രണ്ടത്താണി, ഈ മുസ്ലിം ലീഗ് PK കുഞ്ഞാലിക്കുട്ടിയെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് മുമ്പ് ചർച്ച ചെയ്തത് ഫാസിസ്റ്റ് ശക്തികൾ എടുത്തിരിക്കുന്ന, അവർക്ക് വീണ്ടു കിട്ടിയ ഒരു ഊർജമുണ്ട് ഉത്തരേന്ത്യയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായ അവരുടെ വിജയത്തെ തുടർന്ന്. അപ്പോൾ അതിനൊക്കെ ഈ ഘട്ടത്തിൽ PK കുഞ്ഞാലിക്കുട്ടി തന്നെയാണ് മലപ്പുറത്ത് നിന്ന് ജയിച്ച് ഡൽഹിക്ക് പോകേണ്ടത് എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് പാണക്കാട് തങ്ങൾ അവസാനം ആ പേരിലേക്ക് എത്തി എന്നാണ് ശ്രീ മായിൻ ഹാജി പറയാൻ ശ്രമിക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടിക്ക് ഈ പറഞ്ഞ അർത്ഥത്തിൽ മുസ്ലിം ലീഗിൻ്റെ ഈ രാഷ്ട്രീയം, ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാട്ടിയ രാഷ്ട്രീയത്തെ പ്രതിനിധീകരിച്ച് ഡൽഹിയിൽ വേണ്ട വിധത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് താങ്കൾ വിലയിരുത്തുന്നുണ്ടോ? പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി, ഇവിടെ നേരത്തെ SRS ചൂണ്ടിക്കാട്ടിയതാണ്, ഫൗസിയ ഷർഷാദിൻ്റെ ഈ അഹമ്മദിൻ്റെ മകളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പോലും ചിന്തിക്കാൻ പറ്റാത്ത വണ്ണം ഇപ്പോഴും ആ പാർട്ടി സ്ത്രീകളുടെ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ കാര്യത്തിൽ പാർലമെന്റിലേക്ക് സ്ത്രീകൾ പോകുന്നതിനെ കുറിച്ചൊക്കെയുള്ള ചർച്ചയിൽ നിന്ന് വഴുതി മാറുന്നു എന്നൊരു ആരോപണം കൂടി നിലനിൽക്കെ. ഒരു സ്ത്രീ പാർലമെന്റിലേക്ക് മുസ്ലിം ലീഗ് പറഞ്ഞയക്കും എന്നുള്ളത് ഒരു സ്വപ്നമാണ്. മായനാജിക്ക് തന്നെ അറിയാം, ഒരു സ്ത്രീയെ പ്രസംഗിക്കാൻ പോലും സമ്മതിച്ചില്ല എന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ അവിടെ പോയി, അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് കണ്ടോ, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് അങ്ങനെ ചെയ്യും, നിങ്ങളെന്തിനത് നോക്കുന്നത് എന്നതുപോലെയുള്ള മറുപടിയല്ല ഞാൻ പറയുന്നത്. മുസ്ലിം ലീഗ് എന്ത് തീരുമാനിച്ചാലും അതിനെക്കുറിച്ച് മറുപടി പറയാനുള്ള ഒരു അവകാശം ആർക്കും ഉണ്ട്. ഞാൻ അത് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അല്ലാതെ മുസ്ലിം ലീഗ് ആരെ നിർത്തണമെന്നോ ആരെ നിർത്തിക്കൂടാ എന്നും പറയുന്നില്ല. ഇപ്പോൾ ഇവിടെ മായിനാജി പറഞ്ഞതുപോലെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മാത്രമാണ് ഒരേ ഒരാൾ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മുസ്ലിം ലീഗ് വളർത്തിക്കൊണ്ടുവന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അദ്ദേഹം മാത്രം എങ്ങനെയാണ് ഡൽഹിയിൽ പോയാൽ അവിടെ ഫാസിസ്റ്റുകളുമായി അവർക്കെതിരായിട്ട് ഒരു നീക്കുപോക്ക് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിയുള്ളൂ എന്ന് പറഞ്ഞാൽ ആ കാര്യത്തിൽ മാത്രം നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം അതിനൊക്കെ പറ്റിയ ആളുകൾ ഈ പാർട്ടിയിൽ തന്നെ ഉണ്ട് എന്നാണ് എൻ്റെ അനുഭവം പറയുന്നത്. എന്നിട്ടോ അവിടെ പോയി ഇനി എന്താ ഉണ്ടാകാൻ പോകുന്നത്? വല്ല കോലീബീസൊക്കെ ഉണ്ടാവുമോ? അതോ കേരളത്തിൽ നടന്നതുപോലുള്ള പഴയ ഒരു സഖ്യത്തിലേക്ക് BJPയുമായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കുമോ? എന്താണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ആര് പോയാലും സീതാറാം യെച്ചൂരിയെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, ദേശീയ രാഷ്ട്രീയത്തിൽ നിങ്ങൾ പറയും കുറച്ച് സീറ്റുകളേ ഉള്ളൂ, ഇടതുപക്ഷത്തിന് ഇല്ല എന്നൊക്കെ വേണമെങ്കിൽ അതൊക്കെ പറയാം. പക്ഷേ സീതാറാം യെച്ചൂരിയെ പോലുള്ള ഒരു നേതാവ് പറയുന്ന, അല്ലെങ്കിൽ ഫാസിസ്റ്റുകൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ഇടതുപക്ഷവുമായി മുസ്ലിം ലീഗ് സഹകരിക്കുമോ? അതല്ല, ഇവിടെ എങ്ങനെയെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ താഴെ ഇറക്കാൻ അവിടെ പോയി BJPയുമായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കുമോ? ഇതൊന്നും നമുക്ക് എന്താണ് മുസ്ലിം ലീഗ് പറയാൻ പോകുന്നത്, ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്കറിയില്ല. അതൊക്കെ പാണക്കാട് തങ്ങളോ അവരെയൊക്കെ തീരുമാനിച്ചു കൊള്ളട്ടെ. നമുക്കതിൽ ഇങ്ങനെയുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ എല്ലാ ഭാരവും കൂടി ഏൽപ്പിച്ച് അദ്ദേഹത്തെ ഒന്നുമല്ലാതെ ആക്കണോ? ഇത് തങ്ങൾ തന്നെ തീരുമാനിച്ചതാണോ എന്ന് എനിക്കറിയില്ല. എല്ലാറ്റിനും കഴിവുള്ള ഒരു വ്യക്തി തന്നെ, ഒരുപാട് പരീക്ഷണങ്ങളിലൊക്കെ അദ്ദേഹം അതിജീവിച്ച് മുന്നോട്ട് വന്ന ഒരു വ്യക്തിത്വം തന്നെയാണ്. അതിനൊന്നും നമുക്കൊരു പരാതിയില്ല. പക്ഷേ എല്ലാം കൂടി അദ്ദേഹത്തിൻ്റെ തലയിൽ വെച്ച് അദ്ദേഹത്തിന് പണിയില്ലാതെ ആക്കുന്നൊരു പ്രശ്നത്തിലേക്ക് കൊണ്ടുവരണോ എന്ന് ചോദിക്കാനുള്ള ഒരു അഭിപ്രായം ചോദിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ബാക്കി ലീഗുകാരെന്തോ തീരുമാനിച്ചു കൊള്ളട്ടെ. പക്ഷേ ദേശീയ രാഷ്ട്രീയത്തിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പോയത് കൊണ്ട് അവിടെ പ്രത്യേകമായി അവിടെ എന്തെങ്കിലും ചെയ്യാനുണ്ട് എന്ന് നമ്മൾ കരുതുന്നില്ല. കാരണം മുസ്ലിം ലീഗിലും അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സ്വാധീനം എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇനി മറ്റ് എന്ത് കാര്യത്തിലേക്കാണ്, അല്ലെങ്കിൽ ആ കാര്യത്തിൽ എന്ത് തീരുമാനമാണ്, എന്തൊക്കെയാണ് അങ്ങനെ ഒരു ചരിത്രം, ഫാസിസ്റ്റുകളെതിരെ നിലകൊണ്ടൊരു ചരിത്രം കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെത് പ്രത്യേകമായിട്ട് പറയാനുണ്ടോ? അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ അവിടെ ഫാസിസ്റ്റുകൾക്കെതിരായ നിലപാടിൽ ശക്തമായൊരു തീരുമാനമെടുക്കാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് പറ്റും, അതുകൊണ്ട് അദ്ദേഹം പോകണമെന്ന് പറയുമ്പോൾ അതുപോലുള്ള ഒരുപാട് നേതാക്കൾ പറയാനും കഴിവുള്ളവരും അതിന് ചെയ്യാൻ കഴിയുള്ള നേതാക്കൾ ലീഗിലുണ്ട്. ആ അഭിപ്രായം നമ്മൾ പറയുകയാണ്.
അല്ലാതെ മറ്റൊരു തരത്തിൽ അവിടെ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ കഴിയും. കുഞ്ഞാലി സാഹിബിന് അവിടെ പോയിട്ട് കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അഹമ്മദ് സാഹിബിന് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ബഷീർ സാഹിബ് അവിടെ ഉണ്ട്, അദ്ദേഹവും കാര്യമായിട്ട് എന്തെങ്കിലും ഒന്നും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം അത്രമാത്രം അവിടെ ഫാസിസ്റ്റ് വൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്നും അല്ല ഇവിടുത്തെ കാരണം. നമ്മളൊരു കാരണം ഉണ്ടാക്കുകയാണ്. കുഞ്ഞാലി സാഹിബിൻ്റെ ഒരു ആഗ്രഹം നിറവേറ്റുന്നതിന് നമ്മളൊരു കാരണം ഉണ്ടാക്കുകയാണ്. ഒരു പക്ഷേ അടുത്ത് UP യുടെ ഒരു തിരിച്ചുവരവ് വന്നാൽ ചിലപ്പോൾ കുഞ്ഞാലി സാഹിബിന് മന്ത്രിയെ ആകാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അത്ര ഒരു സ്വപ്നമാണോ ഉള്ളത് എന്നൊക്കെ അത് അവർ തീരുമാനിച്ചോട്ടെ, നമ്മളതിൽ കൈ കടത്തുന്നില്ല. ഞാൻ തിരിച്ചു വരാം ശ്രീ രണ്ടത്താണി. ശ്രീ SR ശക്തിധരൻ, ഇപ്പോ ശ്രീ പ്രൊഫസർ രണ്ടത്താണി ചൂണ്ടിക്കാട്ടിയതുപോലെ ഡൽഹിയിൽ ഫാസിസ്റ്റ് ശക്തികൾ ബലപ്പെട്ടു നിൽക്കുന്ന ഈ സമയത്ത് മുസ്ലിം ലീഗ് ആണോ അപ്പുറത്ത് ഒരു അംഗം കൂടി കൂടുതൽ ഉണ്ടായി ശക്തിപ്പെടേണ്ടത് എന്നൊരു ചിന്ത തീർച്ചയായും ഉണ്ടാകാം. അത് ഒരുപക്ഷെ BJP ഉൾപ്പെടെയുള്ള കക്ഷികൾ, സംഘപരിവാർ ശക്തികൾ CPM-ന്റെ നേതൃത്വത്തോട് കാണിക്കുന്ന, പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കളോട് കാണിക്കുന്ന ഈ കാലഘട്ടങ്ങളിലെ വലിയ പ്രതിരോധവും എതിർപ്പും നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ മലപ്പുറത്തൊരു മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി വരണമോ, ഡൽഹിയിലേക്ക് എത്തണമോ എന്നുള്ളൊരു ചിന്ത ഒരു ഭാഗത്ത്. അതേസമയം കേരളത്തിൽ നിന്ന് ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയെ പോലെ UDF-ന്റെ നമ്പർ 2 ആയിട്ടുള്ള ഒരു നേതാവിനെ ഈ പറയുന്ന ന്യൂനപക്ഷ പ്രാതിനിധ്യത്തിന് വേണ്ടി ഡൽഹിയിലേക്ക് MP ആയി അയക്കേണ്ടി വന്നാൽ അവിടെ പോയി ഫാസിസ്റ്റ് ശക്തികളെ എതിർക്കുന്ന ഇടത് ശക്തികൾക്കൊപ്പം മുസ്ലിം ലീഗിൻ്റെ PK കുഞ്ഞാലിക്കുട്ടി കൂടി അണിചേരുന്ന ഒരു കാഴ്ച ഉണ്ടാകുകയാണെങ്കിൽ അത് കേരളത്തിലെ UDF-ന് വീണ്ടും ശക്തിക്കുറവ് ഉണ്ടാക്കും. അത് മനസ്സിലാക്കിയാണ് ശ്രീ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർ മുൻകൂട്ടി ഹൈദരലി ശിഹാബ് തങ്ങളെ കണ്ട് ആവശ്യപ്പെട്ടത് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ അങ്ങോട്ടേക്ക് അയക്കരുത് എന്ന്. ഈ സാഹചര്യങ്ങൾ താങ്കൾ എങ്ങനെ വിലയിരുത്തും? തീർച്ചയായിട്ടും അതിനകത്തുള്ള ഒരു പോരത് തന്നെയാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് അയക്കുന്നതിൻ്റെ പിന്നിലുള്ള പല ഉദ്ദേശങ്ങളിലൊന്നും അതുതന്നെയാണ്. കാരണം ഒരു കാരണവശാലും ഈ പറഞ്ഞ രീതിയിലുള്ള BJP-യുടേതായിട്ടുള്ള ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരായിട്ട് മറ്റ് മതേതര കക്ഷികളും ഇടതുപക്ഷ കക്ഷികളുമായിട്ട് അഖിലേന്ത്യാ നിലവാരത്തിൽ കൈകോർക്കുന്നൊരു സംവിധാനം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല കേരളത്തിലെ കോൺഗ്രസ്സുകാർ. അവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് കുഞ്ഞാലിക്കുട്ടിയെ അവർക്ക് കൊണ്ടുപോകാൻ കഴിയണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് കുഞ്ഞാലിക്കുട്ടിയെ ഇവിടെ നിർത്തണം എന്ന് അവരിൽ ചിലരെങ്കിലും ആഗ്രഹിച്ചതായിട്ട് പത്രങ്ങളിൽ വന്നതിൽ നിന്ന് നമ്മൾ അനുമാനിക്കേണ്ടിയിരിക്കുന്നു. ഒരു കാരണവശാലും കുഞ്ഞാലിക്കുട്ടി ഡൽഹിയിലേക്ക് മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായി ചെന്നതുകൊണ്ട് അവിടുത്തെ ഫാസിസ്റ്റ് വിരുദ്ധ സമരങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആക്കം കൂടുമെന്നോ അതിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേക സംഭാവന കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നൊന്നും നാം കരുതേണ്ട കാര്യമില്ല. അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമില്ല. അവിടെ ഇപ്പോൾ ET മുഹമ്മദ് ബഷീറുണ്ട്, മറ്റേ രാജ്യസഭാ മെമ്പർ എന്നുള്ള നിലയിൽ അബ്ദുൽ വഹാബുണ്ട്. ഇനിയിപ്പോൾ ഒരു മൂന്നാമത് നേരത്തെ അഹമ്മദ് സാഹിബ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് കുഞ്ഞാലിക്കുട്ടി ജയിച്ചാൽ അദ്ദേഹം ചെല്ലും എന്നുള്ളത് മാത്രം ഒരു കാര്യം എന്നുള്ളത് അപ്പുറത്തേക്ക് അതുപയോഗിച്ചുകൊണ്ട് ഫാസിസത്തിനെതിരായിട്ടുള്ള ലീഗിൻ്റെ സമരം ഡൽഹിയിൽ ശക്തിപ്പെടുത്താൻ കഴിയും എന്നൊന്നും ആരും കരുതുന്നില്ല. പിന്നെ നമ്മുടെ മൈൻകുട്ടിയാജിയുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞങ്ങളുടെ അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് 75 വയസ്സൊന്നുമില്ല കേട്ടോ, 70 വയസ്സൊന്നുമില്ല. അങ്ങ് പറഞ്ഞത് വളരെ അടിസ്ഥാനപരമായി വസ്തുതാപരമായി തെറ്റായ ഒരു കാര്യമാണ്. അങ്ങനെയൊക്കെ ഒരു രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രായം നമ്മൾ അധികരിപ്പിച്ച് വിജയൻ സാറിന്റെ കൂടി പറയുന്നത് എന്തോ പിണറായി വിജയൻ സാറിന്റെ കാര്യം അഖിലേന്ത്യാ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങൾ പറഞ്ഞൊരു കാര്യം പറഞ്ഞതാണ്. പിണറായി വിജയനുണ്ട് 70 വയസ്സിൽ കൂടുതലുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞ വസ്തുതാപരമായ ഒരു തെറ്റ് ഒരു അഖിലേന്ത്യാ നേതാവിനെ കുറിച്ച് പറഞ്ഞത് ഞാൻ ചൂണ്ടിക്കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ ചെന്നിട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ സീതാറാം യെച്ചൂരിയുടെ സ്ട്രെച്ചറിലേക്ക് ഇനി ഇന്ത്യൻ പാർലമെൻറ്റിൽ ചെന്നാലും ഒരു അംഗീകാരം കിട്ടും എന്ന് നമ്മളാരും കരുതുന്നില്ല. അംഗീകാരം കിട്ടണമെന്നുള്ളത് ആഗ്രഹമാണ്. ഇപ്പോൾ UPA ഗവൺമെൻറ് ഉണ്ടായിരുന്ന കാലത്ത് അഹമ്മദ് മന്ത്രിയാകുകയും അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥാനം അലങ്കരിക്കുകയൊക്കെ ചെയ്തതുകൊണ്ടുണ്ടായിരുന്ന ആ ഒരു മെച്ചം
അത് കുഞ്ഞാലിക്കുട്ടിക്ക് കിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ മറ്റേ രണ്ടത്താനിയെ പോലുള്ള ആളുകൾ വിലയിരുത്തിയിട്ടുള്ളത്. ശരി, അതൊരു വസ്തുതയുമാണ്. ഞാൻ തിരിച്ചു വരാം. ശ്രീ മായിൻ ഹാജി, ഇപ്പോൾ ശ്രീ SR ശക്തിധരൻ പറഞ്ഞ കാര്യങ്ങൾ, നേരത്തെ രണ്ടത്താണി പറഞ്ഞ കാര്യങ്ങളും കൂടെ കേട്ടതിനിടയിൽ അങ്ങ് ഒരിക്കൽ മാത്രമാണ് ഇടപെട്ടതായി ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പ്രായത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളിലും അങ്ങക്ക് എതിരഭിപ്രായം ഇല്ല എന്ന് ഞാൻ മനസ്സിലായിക്കോട്ടെ. ഞാൻ ഈ ചാനൽ ചർച്ചയിൽ ഒരു മര്യാദ പാലിക്കുന്നത് പോലും താങ്കൾ അങ്ങ് തെറ്റായി വ്യാഖ്യാനിക്കുന്നത് വലിയ സങ്കടമാണ്. എനിക്കതാ പറയാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു, ബഹുമാനപ്പെട്ട രണ്ടത്താണി ഇവിടെ ഞാൻ പറഞ്ഞതിനൊന്നും അദ്ദേഹം മറുപടി പറയുന്നത്. അദ്ദേഹം നേരത്തെ എഴുതി പഠിച്ചു വന്ന എന്തെല്ലോ കാര്യം ഇവിടെ പറയുന്നുണ്ട്. കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു സ്ത്രീകളെ ഞങ്ങൾ നിർത്തൂല, സ്ത്രീകളെ ഞങ്ങൾ നിർത്തുന്നതുകൊണ്ട് ഞങ്ങൾ അസംബ്ലിയിലേക്ക് നിർത്തിയപ്പോൾ അവിടെ വന്ന് പെണ്ണുങ്ങൾക്കെതിരെ പ്രസംഗിച്ച ആളാണ് അദ്ദേഹത്തിന്റെ നേതാക്കന്മാര്. ഈ പഞ്ചായത്തിലേക്ക് ഞങ്ങൾ പ്രസംഗത്തിന്റെ കാര്യം പറഞ്ഞ് അങ്ങ് വടികൂർത്ത് അടിമേടിക്കരുത്. സ്ത്രീകളുടെ നേരെയുള്ള രണ്ടത്താണി സൂചിപ്പിച്ചത് അങ്ങേ ഉദ്ദേശിച്ചാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊന്നും നമ്മൾ എടുത്തിടണ്ട, അങ്ങ് അതിലേക്ക് പോകണ്ട. നമ്മളിപ്പോ മലപ്പുറത്തേക്ക് വരാം. ആരുദ്ദേശിച്ചാലും ഞങ്ങളെ പാർട്ടി ചെയ്തതാണല്ലോ ഇവിടെ തെളിവ്. അതിനെതിരായിട്ട് വന്ന് ഞങ്ങൾ സ്ത്രീകളെ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നവരാണ്, പുറത്തിറങ്ങുന്നവരാന്ന് പറഞ്ഞ് മതപരമായ ചടങ്ങിലൊക്കെ പോയിട്ട് ലീഗിനെ എഴുത്തി പ്രസംഗിക്കല അവരൊക്കെ പണി. ഇപ്പൊ ചാനലിൽ വന്നിട്ട് സ്ത്രീകളെ ലീഗ് പെടുത്തൂല. ഈ രണ്ടത്താണി പ്രസംഗിച്ച പ്രസംഗം ഞാൻ കൊണ്ടുതരാം. സ്ത്രീകളെ തെരുവിലിറക്കി വിടുന്നവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ തലതൊട്ടൊപ്പം പറഞ്ഞതുകൊണ്ട് ധാരാളമായിട്ട്. ഇന്നല്ലേ 77 സർക്കുലർ അയച്ചവരവരൊക്കെ. അപ്പോ അതിന് ഞാൻ മാന്യമായിട്ടാണ് പറയുന്നത് വിചാരിക്കുന്നത്. സാർ പറഞ്ഞല്ലോ, ഞാൻ സീതാറാം യെച്ചൂരി അവരുകളെ മോശക്കാരനാക്കിയതല്ല, ഞാൻ പിണറായി വിജയൻ സാറിന്റെ മോശക്കാരനാക്കിയതല്ല. നിങ്ങളെ പാർട്ടിയിലെ പദവികളൊക്കെ, അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ അവരുകളോട് എനിക്കൊക്കെ വലിയ ബഹുമാനമാണ്, പിണറായി സാറിനോടൊക്കെ. ഞാൻ പറഞ്ഞ നിങ്ങളെ പാർട്ടിയിൽ അവരൊക്കെ തലതൊട്ടപ്പന്മാർ, ഞങ്ങളെ പാർട്ടിയിൽ യുവാക്കൾ തന്നെ വേണം നിങ്ങൾക്ക്. അതെന്ത് രാഷ്ട്രീയമാണെന്ന് എനിക്ക് മനസ്സിലാത്തൊരു കാര്യം അങ്ങയോട് വളരെ വിനയപൂർവ്വം ചോദിച്ചെന്നുള്ളൂ. അങ്ങ് തെറ്റിദ്ധരിക്കണ്ട. സീതാറാം യെച്ചൂരി സാറ് മാർക്സിസ്റ്റ് പാർട്ടിയെ നയിക്കാൻ കെൽപ്പുള്ള ആള് തന്നെ. അദ്ദേഹത്തെക്കാൾ പ്രായം കുറഞ്ഞ ആളായിരുന്നു അതിനു മുമ്പുള്ള സെക്രട്ടറി എന്നുള്ളത് സത്യമാണ്. അവരൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയെ ആ രൂപത്തിൽ നയിക്കാൻ. എന്തായാലും ശ്രീ മായിൻ ഹാജി, എനിക്ക് പെട്ടെന്നൊരു ഇടവേളയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. പക്ഷേ ചോദിച്ച ചോദ്യങ്ങളിൽ നിന്ന് സ്ഥിരം അങ്ങയുടെ ശൈലി ഉപയോഗിച്ച് ചർച്ചയെ വഴിമാറ്റി കൊണ്ടുപോകുന്നു എന്നാണ് എനിക്ക് അങ്ങയുടെ മേൽ ഒരു ആരോപണം ഇപ്പോൾ ഉയർത്താനുള്ളത്. ചർച്ചയുടെ അവസാന ഘട്ടമാണ്. ശ്രീ മായിൻ ഹാജി, പെട്ടെന്ന് ഉത്തരം പറയാമെങ്കിൽ, ഇപ്പോൾ വേങ്ങരയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത് എന്തിനാണെന്ന് നിങ്ങളുടെ പാർട്ടിക്കകത്ത് ആളുകൾ ചോദിച്ചാലും ഇല്ലെങ്കിലും വോട്ടർമാരെങ്കിലും ചിന്തിക്കാൻ സാധ്യതയുണ്ട്. PK കുഞ്ഞാലിക്കുട്ടിയെ ഞങ്ങൾ ജയിപ്പിച്ചയച്ചിട്ട് 1 വർഷമായില്ല, വീണ്ടും ഈ മലപ്പുറത്ത് അദ്ദേഹത്തെ ജയിപ്പിച്ചു വിട്ടാൽ വേങ്ങരയിൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ്, ഇത്രയും എന്തിനാണ് എന്നുള്ളത്. അവിടെ ഒരു സംശയം ഇതാണ്, ഈ പാർലമെന്റിലേക്കുള്ള വലിയ തെരഞ്ഞെടുപ്പിൽ PK കുഞ്ഞാലിക്കുട്ടി എന്ന വലിയ നേതാവിനെ ഒരു സ്ഥാനം പോലും മറ്റുള്ള ആളുകൾക്ക് വിട്ടുകൊടുക്കാതെ അത് നേടിയെടുക്കുക. രണ്ടാമത് തർക്കത്തിൽപ്പെടുന്ന KN ഖാദർ, അബ്ദുൾ സമദ് സമദാനി, അബ്ദുറഹ്മാൻ രണ്ടത്താടിയെ പോലുള്ളവർക്ക് ആർക്കെങ്കിലും പിന്നീട് വേങ്ങരയിലേക്ക് ഒരു സീറ്റ് നൽകി നിയമസഭയിലേക്ക് എത്തിക്കുക. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വീണ്ടും മന്ത്രിയാകാനുള്ള സാഹചര്യം വരുമ്പോൾ വീണ്ടും PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് തിരിച്ചെത്തുക. ഇങ്ങനെയൊരു അടക്കം പറച്ചിലുണ്ട് നിരീക്ഷകർക്കിടയിൽ. നിങ്ങൾ അതിനും മറുപടി പറയേണ്ടി വരും. തെരഞ്ഞെടുപ്പ് കാലമാണ്. നിങ്ങൾക്കതൊക്കെ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. വേങ്ങരയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരേണ്ടി വരുമെന്നുള്ളത് ഇതൊന്നും ഇന്നുള്ളതല്ല ലാലെ. 87 അന്ന് മാർക്സിസ്റ്റ് പാർട്ടി മുന്നണിക്ക് 88 പേർ കേരള നിയമസഭയിൽ ജയിച്ചു വന്നിരുന്നു. അന്ന് ആ നിയമസഭാംഗങ്ങളെ ഒന്നും മുഖ്യമന്ത്രിയാക്കാതെ ബഹുമാനപ്പെട്ട നായനാരെ കല്യാശ്ശേരിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഒരംഗത്തെ രാജിവെപ്പിച്ച് അവിടെ മത്സരിപ്പിച്ച് മാതൃക കാട്ടിയ പാർട്ടി ഇവിടെ നിന്ന് രാജ്യം നമ്മളെ സംസ്ഥാനം ഭരിക്കുന്നത്. അവരാണ് ഞങ്ങളെ മെയിൻ റബൽ, നമ്മളെ എതിരാളി. അവർ പോയി പ്രസംഗിക്കേണ്ടത്. പിന്നെ ഞങ്ങളെ പാർട്ടി തന്നെ അതിന് കീഴ്വെക്കണ്ട്. CH മുഹമ്മദ് ഖായ സാഹിബ് കൊണ്ടോട്ടിയിൽ നിന്നും മത്സരിച്ച് ജയിച്ച് കേരളത്തിൽ മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തെ ഇസ്മായിൽ സാഹിബ് മരിച്ചപ്പോൾ ഈ മരിക്കുന്ന ആളെ പ്രാധാന്യം അനുസരിച്ച് അവരെ പ്രാധാന്യം കുറയാത്ത ആളുകളാണ് ഞങ്ങളെപ്പോഴും ആ നേതാക്കന്മാർ മരിച്ചുപോയ ഒഴിവിലേക്ക് വെക്കാറുള്ളത്. അതാണ് ഞങ്ങൾ ചെയ്തത്. അത് വല്ലാത്ത യുക്തിയാണ്. ഈ അഹമ്മദ് മരിച്ച കാലഘട്ടത്തിലാണ് വലിയ പദവിയിലേക്ക് ഉയർന്നെത്തിയത്. അദ്ദേഹം ആദ്യമായി നിയമസഭയിലേക്കും പാർലമെന്റിലേക്കൊക്കെ മത്സരിച്ചപ്പോൾ ചെറുപ്പമുണ്ടായിരുന്നു.
ഈ തുടക്കക്കാരൻ്റെ പദവിയാണ് കിട്ടിയത്. അതുപോലെയുള്ള സാഹചര്യം മരിച്ച ആളിന് എന്തുമാത്രം മഹത്വമുണ്ട് എന്ന് അന്വേഷിച്ച് നടന്നാൽ ഏറ്റവും പ്രായം കൂടിയ ആളിലേക്ക് എത്തിച്ചേരേണ്ടി വരും. ചിലപ്പോൾ അത് കിട്ടിയില്ല എന്നും വരും. അതൊരു വല്ലാത്ത യുക്തിയാണ് ശ്രീ മൈൻ ഹാജി. ഇല്ലില്ല, അതൊന്നല്ല. മരിച്ച ആള് മോശക്കാരനൊന്നല്ല. അദ്ദേഹത്തിന് ഇന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞിട്ടുണ്ട്, എന്താ താങ്കളുടെ ഡ്യൂട്ടി? അഹമ്മദ് സാഹിബിന്റെ അതേ പാതയിൽ ഞാൻ സഞ്ചരിക്കും, അതിനാ ഞങ്ങൾ പറഞ്ഞേക്കുന്നത്. ഈ അഹമ്മദ് സാഹിബ് ഇപ്പൊ ശക്തിധരൻ സാറ് പറഞ്ഞല്ലോ, ഈ അഹമ്മദ് സാഹിബ് ഇന്റർനാഷണൽ പേഴ്സണാലിറ്റി ആയിരുന്നു. ഈ അഹമ്മദ് സാഹിബ് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശാകേന്ദ്രമായിരുന്നു. ഈ അഹമ്മദ് സാഹിബ് ഫാസിസ്റ്റിനെതിരെ പടവരുത്തിയ ആളായിരുന്നു. ആ പോയിന്റിലേക്കാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ അയക്കുന്നത്. അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്താ താങ്കളുടെ ഡ്യൂട്ടി? ഞാൻ അവിടെ ചെന്നാൽ ഞാൻ ചെയ്യുന്നത് അഹമ്മദ് സാഹിബിന്റെ പാത പിന്തുടരും. അത് തന്നെ ഞങ്ങൾ ആളുകളൊക്കെ തീരുമാനം. അഹമ്മദ് സാഹിബ് നടത്തിയതൊക്കെ നല്ലതാണെന്ന് കഴിഞ്ഞ 2 മാസമായിട്ട് ഉറക്കെ പാടിയ ആളുകളാ നിങ്ങളൊക്കെ. ആ അഹമ്മദ് സാഹിബിനെ മോശമാക്കാൻ നിങ്ങൾക്ക് ഇനിയും കഴിഞ്ഞേക്കും. പക്ഷേ ജനങ്ങളൊന്നും മറക്കൂല. അപ്പൊ ഈ അഹമ്മദ് സാഹിബിന്റെ പകരക്കാരൻ എന്നുള്ള നിലയിൽ അത്ര തന്നെ ഉയരത്തിലുള്ള ഒരു നേതാവിനെയാണ് അയക്കേണ്ടത്, പ്രായമല്ല. ശരി പ്രൊഫസർ രണ്ടത്താണി, ഈ അഹമ്മദിന് പകരക്കാരനായി അന്വേഷിച്ചപ്പോൾ എത്തിച്ചേർന്നതാണ് പി കെ കുഞ്ഞാലിക്കുട്ടി. അങ്ങനെ ആണെങ്കിൽ ഇനി ഉണ്ടാകുന്ന ഏറ്റവും വലിയ പദവികൾക്കൊക്കെ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി ഇവിടെ ജീവിതകാലം മുഴുവൻ ഇത്തരം റോളുകൾ ഏറ്റുവാങ്ങേണ്ടി വരും. മുസ്ലിം ലീഗ് അങ്ങനെയാണ് ഒരുങ്ങിയിരിക്കുന്നത് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് പ്രൊഫസർ രണ്ടത്താണി? മരിക്കാനല്ല, ഒരു ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നേരത്തെ മായിനാജി പറഞ്ഞു, ഞാൻ എന്തോ സ്ത്രീകൾക്കെതിരായി പ്രസംഗിച്ചു, എൻ്റെ അടുത്ത് തെളിവുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ ഈ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ പലപ്പോഴും ചെയ്യുന്ന കള്ളത്തരങ്ങളാണ്. ഇത്തരം തെളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അവർ കൊണ്ടുവരട്ടെ. ഒരാളെ ഇകഴ്ത്താൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവർ കൊണ്ടുവരും. ഇതുപോലെയാണ് ഞാൻ പറഞ്ഞല്ലോ, ഇത്തരം കാര്യങ്ങൾ എന്റെ നേതാവിനെ തീരുമാനിക്കുന്നത് മായനാജി അല്ലല്ലോ, അത് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി ഒരാളുടെ തലയിൽ വെക്കുന്നത് കൊണ്ട് ഒരാൾ താഴ്ന്നു പോകാൻ സാധ്യതയില്ല. ഞാൻ പറയുന്നത് നമ്മൾ മാന്യമായിട്ട് ചർച്ചകളിൽ പങ്കെടുക്കുക, മാന്യമായ ഉള്ള കാര്യങ്ങൾ മാത്രം പറയുക, ഇല്ലാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, എന്തായാലും ഡൽഹിയിലേക്ക് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പോയാലും പോയില്ലെങ്കിലും എന്തോ ഇവിടെ കേരളത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. അതല്ലെങ്കിൽ മറ്റൊരു അഡ്ജസ്റ്റ്മെന്റ് വേങ്ങരയിലേക്ക് വേണ്ടി ചെയ്തതായിരിക്കാം. പക്ഷെ ഇത്തരം കാര്യങ്ങൾ നമുക്ക് മറുപടി പറയേണ്ട കാര്യമില്ല. പക്ഷെ മാന്യമായ രീതിയിൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് സൗഹൃദമായി പിരിയാം. ഇല്ലാത്ത കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല. അതാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഇതില് നമ്മുടെ ഒരു ചർച്ചയിൽ വെച്ചുകൊണ്ട് ചർച്ചയിൽ ഉള്ളത് പറഞ്ഞെങ്കിൽ നിങ്ങൾ തെളിവ് പറയണം. ഞാനിവിടെ പ്രസംഗിച്ചിട്ടില്ല. അത് മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതിന്റെ മുമ്പുള്ള തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിലെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും വേണ്ടി അത് ആണെന്നോ പെണ്ണെന്നോ ഇല്ല, ഒരു വ്യത്യാസവും ഇല്ലാതെ പ്രവർത്തിച്ചൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം, എന്റെ നേതാവ് എന്ന് പറയുന്നത്, ഞാൻ ഒരു പൊതുപ്രവർത്തകനാണ്. എനിക്ക് പല നേതാക്കന്മാരുണ്ടാകും. ഞാൻ മായനാജിയുടെ പാർട്ടിക്ക് വേണ്ടി ഞാൻ സഹകരിച്ചിട്ടുണ്ട്, മായനാജിയുടെ പാർട്ടിയുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിയായിട്ടും കോൺഗ്രസ് പാർട്ടിയായിട്ടൊക്കെ സഹകരിച്ചിട്ടുണ്ട്. എല്ലാ വിഭാഗമായിട്ടും മതപരമായ കാര്യത്തിലും എനിക്ക് അങ്ങനെ പ്രത്യേകമായിട്ട് ഒരാളെ എതിർക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ പൊതുവായ വീക്ഷണം ചോദിക്കുമ്പോൾ അത് മുസ്ലിം ലീഗിന്റെ കാര്യമാണ്, നിങ്ങൾക്ക് എന്താ പറയാൻ അവകാശം എന്നൊക്കെ പറയുന്നതിൽ എന്താ അർത്ഥമാണുള്ളത്? ചർച്ചയിൽ നമ്മൾ കാണിക്കേണ്ട മര്യാദകളെ നമ്മൾ കാണിക്കാൻ നല്ലത്. അല്ലാതെ ചോദ്യങ്ങളെ വളച്ചൊടിച്ച് ചർച്ച വഴിമാറ്റി കൊണ്ടുപോകുന്നതിന് വേണ്ടി ശ്രമിച്ചു. ഹുസൈൻ രണ്ടത്താണി ഭാഗികമായി അതിൽ വീണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ ശ്രീ എസ് ആർ ശക്തിധരൻ, ഈ ചർച്ച അവസാനിക്കുന്നതിന് മുമ്പ് എനിക്ക് അങ്ങയോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇതാണ്. KPCCക്ക് ഒരു അധ്യക്ഷൻ ഇല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. പുതിയ അധ്യക്ഷന്റെ പേരിൽ തർക്കങ്ങൾ നടക്കുന്നു. ഇന്നും AI ഗ്രൂപ്പുകളുടെ അടിയാണ് നമ്മൾ കണ്ടത്. ഇത് ആണ് മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ UDFന്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന പാർട്ടിയുടെ സ്ഥിതി. അവിടെയാണ് വലിയ രാഷ്ട്രീയ പ്രാധാന്യം ദേശീയ തലത്തിൽ ഉള്ള ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നതും. ഏത് രീതിയിലായിരിക്കും PK കുഞ്ഞാലിക്കുട്ടി എന്ന UDF നേതാവിന് സ്വന്തം പാളയത്തിനകത്ത് നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകുക? ഒരു മിനിറ്റ്. സ്വന്തം പാളയത്തിൽ നിന്ന് പ്രശ്നങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതെ, മൈൻ ഹാജിക്കുള്ള ഒരു കുഴപ്പം ഇതാണ്. മറ്റുള്ളവരെ ചോദിച്ചത് സ്വന്തം പാർട്ടിയിൽ നിന്ന് കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്ന് മൈൻ ഹാജി പറയരുത്.
അതൊന്നും അല്ല. അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാത്ത നേതാക്കന്മാരായി മുസ്ലിം ലീഗിൽ ഇപ്പോൾ ഉണ്ട് നേതാക്കളെന്ന് നിങ്ങൾ വിചാരിക്കുന്നതും ശരിയല്ല. നിങ്ങൾക്ക് കട്ട പിടിച്ച ഒരു പ്രദേശമുണ്ട് എന്നുള്ളത് വസ്തുതയാണെങ്കിലും ആളുകൾ കുറെ കൂടിയൊക്കെ വികസനമായി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പ്രത്യാഘാതം പയ്യെ നിങ്ങളുടെ സംഘടനാ തലത്തിൽ ഉണ്ടായി വരും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് മാറാൻ തയ്യാറാവണമെന്നാണ് ഉൽപ്പതിഷ്ണുക്കളായ ലീഗ് പ്രവർത്തകന്മാർ ഉദ്ദേശിക്കുന്നത്. ശരി, അവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ടാവും. ശരി, ഒരു 10 സെക്കൻഡിൽ ശ്രീ മായിൻ ഹാജി, എനിക്കൊരു പെട്ടെന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ബ്രേക്കിംഗ് ന്യൂസിൽ അങ്ങയുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ശ്രീ കമലിനെതിരെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇന്ന് തിരിഞ്ഞിരിക്കുന്നത്? ശ്രീ കമൽ എന്ന് പറയുന്നത് ഒരു പ്രത്യേക രാഷ്ട്രീയത്തിൻ്റെ തന്നെ പ്രതീകമായി ഇടതുപക്ഷം പോലും അവതരിപ്പിക്കുന്ന, ഇടത് ചിന്തകർ പോലും ആ ഭാഗത്ത് നിൽക്കുന്ന വോട്ടർമാർ പോലും കാണുന്ന ഒരു പ്രതീകമാണ്. ന്യൂനപക്ഷങ്ങൾക്ക് പോലും വലിയ ആശാ കേന്ദ്രമായിട്ടുള്ള ഒരു പ്രതീകമായിട്ടാണ് കമലിനെ പോലും കാണുന്നത്. അവിടെ നിങ്ങൾ കമൽ നാളെ ഒരു ചലച്ചിത്രമേള ഉദ്ഘാടനം ചെയ്യരുത് എന്ന് മലപ്പുറം ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തിരിക്കുന്നു. ഒരു വിശദീകരണം. അതിൽ എന്താ അതിൻ്റെ ഉള്ളടക്കം എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഊഹിക്കുന്നത് ബഹുമാനപ്പെട്ട കമൽ അവറുകളെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ എതിരാളിയായി തീരുമാനിച്ചു എന്ന് വാർത്തകൾ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ഒരു ഔദ്യോഗിക പരിപാടിയിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്നത്, ഉദ്ഘാടകനാക്കുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമായിരിക്കുമെന്ന ഒരു വസ്തുത ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത്. ശരി, ഇത്രയും ദുർബലമായിരുന്നു കാരണം എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ മായിൻ ഹാജി, പ്രൊഫസർ രണ്ടത്താണി, ശ്രീ SR ശക്തിധരൻ, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താന്. അദ്ദേഹം യാത്രയിലാണ്, ഇവിടെ സ്റ്റുഡിയോയിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചില്ല. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.